വാർത്തകൾ തുടരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് ഇനി. കലോത്സവ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷമാണ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ചേലക്കര മണ്ഡലങ്ങളിലെ പോളിംഗ് പുരോഗമിക്കുന്നു. ഇതിനോടകം തന്നെ പോളിംഗ് ബൂത്തുകളിൽ നീണ്ട നിരയാണ് കാണാൻ സാധിക്കുന്നത്. വയനാട്ടിലെ മത്സരം പ്രിയങ്ക ഗാന്ധി എത്തിയതോടെ ദേശീയ ശ്രദ്ധ നേടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. 16 സ്ഥാനാർത്ഥികളാണ് വയനാട്ടിൽ ജനവിധി തേടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രാജേഷ് പറമ്പിൽ ചേരുന്നു. രാജേഷ്, നിലവിലെ സ്ഥിതികൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് പോളിംഗ് ശതമാനം നിരക്ക്? വിശേഷങ്ങൾ പറഞ്ഞോളൂ രാജേഷ്. അഭിജിത സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ 7 മണിക്ക് തന്നെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും വോട്ടെടുപ്പ് ആരംഭിച്ചു. വോട്ടിംഗ് ശതമാനം പലയിടത്തും കൃത്യമായി തന്നെ മുന്നേറുന്നു, ഇടവേളകളിൽ മുന്നേറുന്നു. കാരണം ഒരു പ്രവൃത്തി ദിനമായതുകൊണ്ട് തന്നെ നേരത്തെ പരമാവധി വോട്ടുകൾ ചെയ്യിക്കുക എന്നൊരു രീതിയിലേക്ക് രാഷ്ട്രീയ കക്ഷി പ്രവർത്തകർ, മുന്നണി പ്രവർത്തകർ തീരുമാനമെടുത്തു. അതിന് കണക്കായി പൊതുജനം നിന്നുകൊടുത്തു. കാരണം പ്രവൃത്തി ദിനമാണ്. അതുകൊണ്ട് തന്നെ 7 മണിക്ക് മുമ്പേ തന്നെ പല പോളിംഗ് ബൂത്തുകളിലും നീണ്ട നിരയായിരുന്നു. അതിരാവിലെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുക എന്ന ആ ഒരു രീതിയിലേക്ക്, ആ ഒരു ട്രെൻഡിലേക്ക് തന്നെയാണ് ഒരു പ്രവൃത്തി ദിനം എന്ന രീതിയിൽ ഈ ഒരു വോട്ടിംഗ് നിലയും പോകുന്നത്. നമ്മുടെ വയനാട് ലോക്സഭാ നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗമായ മുക്കം മേഖല, തിരുവമ്പാടി മേഖല എന്നിവിടങ്ങളൊക്കെ നീണ്ട നിരയാണ് രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. സ്ത്രീകളുടെ നിര അല്പം കുറവാണ്. ക്യൂവിൽ സ്ത്രീകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിക്ക് ശേഷം വന്ന് വോട്ട് ചെയ്യാം എന്ന രീതിയിലേക്ക് സ്ത്രീകൾ ഒരു പക്ഷേ മാറിയിട്ടുണ്ടാവാം. പുരുഷന്മാരുടെ ഒരു നീണ്ട നിരയാണ് പല ബൂത്തുകളിലും, മിക്ക ബൂത്തുകളിലും കാണുന്നത്. ഏതായാലും വയനാട് ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വയനാട്ടിലെ മത്സരം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതോടെ ദേശീയ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. കാര്യത്തിൽ തർക്കമില്ല. രാഹുൽ ഗാന്ധി ഒഴിഞ്ഞതോടെയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. 16 സ്ഥാനാർത്ഥികളാണ് വയനാട്ടിൽ ജനവിധി തേടുന്നത്. 7 മണ്ഡലങ്ങളിലായി 14,71,742 വോട്ടർമാരാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ളത്. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മേപ്പാടി മേഖലയിലെ വോട്ടർമാർക്കായി, മേപ്പാടി അടക്കമുള്ള മേഖലയിലെ വോട്ടർമാർക്കായി 3 ബൂത്തുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. പുനരധിവാസ കേന്ദ്രങ്ങളിൽ കഴിയുന്നവർക്ക് വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ എത്തുവാൻ സൗജന്യ വാഹന സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കര മണ്ഡലത്തിൽ ആകെ 6 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ചേലക്കരയിലും വലിയ കൃത്യമായ രീതിയിൽ വോട്ടിംഗ് പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് അവിടെ നിന്നും ലഭ്യമാകുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉച്ചയോടെ തന്നെ പരമാവധി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കുവാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് മുന്നണി പ്രവർത്തകരും രാഷ്ട്രീയ കക്ഷി നേതാക്കളുമെല്ലാം. ഉച്ചയ്ക്ക് മുമ്പേ പരമാവധി വോട്ട് പെട്ടിയിൽ വീഴ്ക്കുന്നതിന് പുറകിൽ വൈകിട്ട് സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് വയനാടടക്കം മഴ പെയ്യാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മഴയ്ക്ക് മുമ്പേ പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കുക എന്നൊരു കാര്യത്തിലേക്കാണ് രാഷ്ട്രീയ കക്ഷി പ്രവർത്തകരും മുന്നണി നേതാക്കളുമെല്ലാം ശ്രദ്ധ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ അതിരാവിലെ മുതൽ നീണ്ട നിര, വോട്ടർമാരുടെ നീണ്ട നിര പല ബൂത്തുകളിലും, തിരുവമ്പാടി അടക്കം, മുക്കത്തടക്കമുള്ള മേഖലയിലടക്കം നീണ്ട നിര കാണാൻ സാധിച്ചത്. ക്ഷമിക്കണം, പാലക്കാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചതിന് കാരണം അവിടെ കൽപ്പാത്തി രഥോത്സവം നടക്കുന്നു. ഇന്ന് രഥോത്സവത്തിന് കൂടി കൊടി കയറുന്നു. അതിനുശേഷമായിരിക്കും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് നടക്കുക. 20-ാം തീയതി പാലക്കാട് വിധിയെഴുതും. അതിനുശേഷം 23-ാം തീയതി ഈ 3 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ നടക്കും. അതിനുശേഷം അറിയാം മുന്നണികളുടെ അവകാശവാദം എത്രത്തോളം എത്തി, വിജയപ്രതീക്ഷകൾ എത്രത്തോളം എത്തി, ആളുകളുടെ മനസ്സെങ്ങോട്ട് പോയി എന്ന കാര്യങ്ങളൊക്കെ 23-ന് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ. അഭിജിത, ഈ 3 മണ്ഡലങ്ങളിൽ, അതായത് വയനാട്, ചേലക്കര, പാലക്കാട് മണ്ഡലങ്ങളിലെ പോളിംഗ് ഇപ്പോൾ വയനാട്, ചേലക്കര മണ്ഡലങ്ങളിലെ പോളിംഗ് ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. തങ്ങളുടെ സമ്മതിദാന അവകാശം നിറവേറ്റാൻ വോട്ടർമാർ എത്തി. അതായത് എല്ലാവരും, ഏകദേശം ഭൂരിഭാഗം ആളുകളും അതിരാവിലെ തന്നെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചു. ഈ പോളിംഗ് രേഖപ്പെടുത്താൻ വേണ്ടി, സമ്മതിദാന അവകാശം നിറവേറ്റാൻ വേണ്ടി ഈ വോട്ടർമാർ എത്തി തുടങ്ങിയിരിക്കുന്നു എന്ന നല്ലൊരു സന്തോഷ വാർത്തയാണ് രാജേഷ് പങ്കുവച്ചത്.